എന്തുകൊണ്ട് കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത താമസിക്കുന്നു? എന്തുകൊണ്ട് എതിർക്രിസ്തുവിൻ്റെ വാഴ്ചയ്ക്ക് മുമ്പ് സഭയുടെ ഉത്പ്രാപണം നടക്കുന്നു? തുടർന്നുള്ള അധ്യായങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് മഹോദരപകാലം ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡിനെക്കുറിച്ചും എതിർക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചും മനസ്സിലാക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് കർത്താവിൻ്റെ വരവ് താമസിക്കുന്നു, എന്തുകൊണ്ടിൻ്റെ വരവിന് മുമ്പ് സഭയുടെ ഉത്പ്രാപണം നടക്കുന്നു എന്ന് മനസ്സിലാക്കാം. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നതിന് വേദപുസ്തകം തരുന്ന അതിശ്രദ്ധേയമായ ചില കാരണങ്ങളുണ്ട്. ഒന്ന്, കർത്താവിൻ്റെ വീണ്ടും വരവിനെക്കുറിച്ച് കർത്താവ് തൻ്റെ ഒലിവുമല പ്രഭാഷണത്തിൽ പറഞ്ഞത് വിശുദ്ധ മത്തായി 24:36 ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. കർത്താവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവും സഭയുടെ ഉത്പ്രാപണവും പിതാവാം ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലിരിക്കുന്ന പരമരഹസ്യമാണ്. കർത്താവിൻ്റെ തിരുജനനം കാലസമ്പൂർണതയിൽ ആയിരുന്നതുപോലെ വീണ്ടും വരവിനും പിതാവാം ദൈവത്തിന് ഒരു കാല സമ്പൂർണതയുണ്ട്. അത് പൂർത്തിയാകുമ്പോൾ മാത്രമേ എത്ര താമസിച്ചാലും സത്യമായും കർത്താവിൻ്റെ വീണ്ടും വരവ് സംഭവിക്കും, അത് നടന്നിരിക്കും. 2, കർത്താവ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. കർത്താവ് തൻ്റെ മണവാട്ടി സഭയ്ക്ക് വേണ്ടി വാസസ്ഥലം പണിതുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പണി തീർന്നിട്ടില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. ദൈവീയ പ്രവൃത്തിക്കെല്ലാം ഒരു പൂർണ്ണതയുണ്ട്. പൂർണ്ണത വരുത്താതെ കർത്താവ് മടങ്ങി വരികയില്ല. നാസ പുറത്തുവിട്ട ഒരു ന്യൂസ് പ്രകാരം നവഗ്രഹങ്ങളിൽ ഒന്നായ പ്ലൂട്ടോൺ അദൃശ്യമായിരിക്കുന്നതായിട്ട് പറയുന്നു. ആ സ്ഥാനത്ത് വലിയ കെട്ടിട സമുച്ചയത്തിൻ്റെ രൂപമാണ് വെളിപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് അനുമാനിക്കാം അതിൻ്റെ പണി തുടർന്നുകൊണ്ടിരിക്കുന്നു, പൂർണ്ണമായിട്ടില്ല എന്നത് ഒരു കാരണമായി കർത്താവിൻ്റെ വരവ് താമസിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. 3, ഒലിവുമല പ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞു, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24:14 രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. ഇത് സുവിശേഷ സത്യം. ഇന്ന് ഈ സുവിശേഷ സത്യം വളരെ വേഗം ഭൂലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജൂതന്മാരുടെ ഇടയിലും ഇസ്ലാമിക രാജ്യങ്ങളിലും സുവിശേഷത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ അലകൾ ഉയരുന്നതായി മീഡിയ പ്രഘോഷിക്കുന്നു. ഇന്ന് ലോകത്തിൽ എല്ലാ വൻകിട ചെറുകിട രാജ്യങ്ങളിലെല്ലാം ജനം വചനത്തിനായിട്ട് ദാഹിക്കുന്നു. അതുകൊണ്ട് രാജ്യത്തിൻ്റെ സുവിശേഷം എത്തേണ്ട ഇടത്ത് എല്ലാം എത്തിത്തീരുമ്പോൾ കർത്താവ് വീണ്ടും വരും എന്നതിന് തർക്കമില്ല. കർത്താവിൻ്റെ വരവിന് ആക്കം കൂട്ടുവാൻ ദൈവജനത്തിന് കടപ്പാടുണ്ട്. കർത്താവ് തൻ്റെ സ്വർഗാരോഹണത്തിന് മുൻപ് ശിഷ്യഗണത്തോട് അല്ലെങ്കിൽ സഭയ്ക്ക് കൊടുത്ത നിർദ്ദേശം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമറിയയിലും ഭൂമിയുടെ അറ്റത്തോളവും പോയി എൻ്റെ സാക്ഷികളാകുക. കർത്താവിൻ്റെ വരവിൻ്റെ താമസം നാം ആ സുവിശേഷം അറിയിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൽ വിശ്വസ്തത കാണിക്കുന്നില്ല എന്നതാണ് സത്യം. ഒരു ഭക്തൻ പറയുന്നു,
നാം ഒരാളിനോട് ഒരു ദിവസം സുവിശേഷം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് തന്നെ 15 വർഷം കൊണ്ട് ഇന്ത്യ മുഴുവൻ സുവിശേഷീകരിക്കപ്പെടുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിൻ്റെ താമസം സുവിശേഷം നാം വേണ്ടതുപോലെ മറ്റുള്ളവരോട് എത്തിക്കുന്നില്ല എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂലോകത്തിലൊക്കെയും ഘോഷിക്കപ്പെടുമ്പോൾ എത്തിത്തീരുമ്പോൾ കർത്താവ് മടങ്ങി വരും എന്നതിന് യാതൊരു തർക്കവുമില്ല. നാലാമതായിട്ട് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാർ എന്ന് നിങ്ങൾക്ക് തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളും ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടും. തൻ്റെ പുത്രൻ്റെ മടങ്ങി വരവ് സംഭവിക്കണമെങ്കിൽ ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരണം എന്നത് ദൈവത്തിൻ്റെ നിത്യ നിയമമാണ്. ദൈവത്തിന് ഭൂമിയിൽ ജനിച്ചിട്ടുള്ളതും ഇപ്പോഴുള്ളതും ഇനിയും ജനിപ്പാനുള്ള ജനത്തിൻ്റെ സംഖ്യ അറിയാം. യഹൂദ ജനത്തെ തള്ളി ജാതികളെ തെരഞ്ഞെടുത്ത ദൈവം ജാതികളുടെ രക്ഷയ്ക്കായിട്ട് കാക്ഷിക്കുന്നു. അത് പൂർണ്ണതയിലെത്തണം എന്നും ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിൽ കൂടി ആരംഭിച്ച രക്ഷണീയ പ്രവൃത്തിയുടെ ഫലത്തിൻ്റെ പൂർണ്ണത ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുന്നതിലൂടെയാണ് അത് ദൈവത്തിന് പ്രസാദകരമായി തീരുന്നത് എന്ന് നാം അറിയണം. മറ്റൊന്ന്, പത്രോസ് അപ്പോസ്തലൻ കർത്താവിൻ്റെ വീണ്ടും വരവ് താമസിക്കുന്നതിൻ്റെ കാരണം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് പരിഹാസികൾക്ക് ഉത്തരമായിട്ടാണ് ഈ കാരണം ചൂണ്ടിക്കാണിക്കുന്നത്. അത് 2 പത്രോസ് 3-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവിൻ്റെ വരവിൻ്റെ താമസത്തിനുള്ള കാരണം നമ്മോടുള്ള മനുഷ്യജാതിയോടുള്ള ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണ്. തൻ്റെ ജനം ആരും നശിച്ചു പോകരുത്, എല്ലാവരും മാനസാന്തരപ്പെടണം, കർത്താവിൻ്റെ വരവിൽ ചേർക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചുവെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 3:16 വായിക്കുന്നു. ഓർക്കുക, ഇന്ന് കർത്താവ് വന്നാൽ നമ്മളിൽ എത്ര പേർ ചേർക്കപ്പെടും? നാം ഒരുങ്ങിയിട്ടുണ്ടോ? അതുകൊണ്ട് മാനസാന്തരപ്പെടുവാൻ ദൈവം അവസരം നൽകുകയാണ്. അത് ദൈവത്തിൻ്റെ ദീർഘക്ഷമയാണ് എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. പക്ഷേ ദീർഘക്ഷമയ്ക്ക് ഒരു പരിധി ഉണ്ടെന്നും നാം അറിയണം. നോഹയുടെ കാലത്ത് 120 വർഷം ജലപ്രളയം വരുന്നു, പെട്ടകത്തിൽ കയറി രക്ഷപ്പെടണം എന്ന് മുന്നറിയിപ്പ് ദീർഘമായിട്ട് കൊടുത്തിട്ടും ജനം കയറിയില്ല. പക്ഷേ പ്രളയം പ്രസംഗിച്ചതുപോലെ വന്നു. അതുപോലെ കർത്താവിൻ്റെ വരവും സംഭവിക്കും എന്ന് വളരെ വ്യക്തമായി തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവസാനമായി മറ്റൊരു കാരണവും പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. 2 പത്രോസ് 3:8 പറയുന്ന പ്രകാരം നാം ഒരു ദിവസത്തെ വർഷത്തെ കണക്ക് കൂട്ടുന്ന പോലെ അല്ല ദൈവത്തിൻ്റെ കണക്ക് കൂട്ടൽ. അതേ, ദൈവവചനം പറയുന്നു, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് നമ്മുടെ കണക്ക് കൂട്ടൽ, നമ്മുടെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷം
അല്ല ദൈവത്തിൻ്റെ കണക്കുകൂട്ടലിൽ സമയത്തെ, ദിവസത്തെ, വർഷത്തെ ദൈവം കണക്കാക്കുന്നത്. ദൈവത്തിൻ്റെ കാലസമ്പൂർണതയിൽ അതേ കർത്താവ് ഈ ഭൂമിയിലേക്ക് തൻ്റെ സഭയെ ചേർക്കുവാൻ വരും, ചേർത്തുകൊള്ളും എന്നത് വേദപുസ്തകം തരുന്ന ഉറപ്പുള്ള സത്യമാണ്. തുടർന്ന് എന്തുകൊണ്ട് എതിർക്രിസ്തുവിൻ്റെ വാഴ്ചക്കാലമായ മഹോ ഉപദ്രവകാലത്തിന് മുമ്പ് കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത അല്ലെങ്കിൽ സഭയുടെ ഉത്പ്രാവണം നടക്കുന്നു എന്നും നാം അറിഞ്ഞിരിക്കണം. എതിർക്രിസ്തുവിൻ്റെ വാഴ്ചകാലമായ ഗ്രേറ്റ് ട്രിബുലേഷൻ പീരീഡ്, മഹോ ഉപദ്രവകാലം, എതിർക്രിസ്തു എന്ന ഏക ലോക ഭരണാധികാരിയുടെ കഠിനമായ നിയമ വാഴ്ചയുടെ കാലമായിരിക്കും അത്. അതുപോലെ ദൈവത്തിൻ്റെ ക്രോധം ഭൂമിയിൽ എതിർക്രിസ്തുവിൻ്റെ വാഴ്ചയിൽ അവനോട് ചേർന്ന് അവൻ്റെ മുദ്രയായ 666 ഏൽക്കുന്നവരുടെ മേലും ചൊരിയും. അന്ന് പ്രകൃതി പോലും മനുഷ്യർക്കെതിരായിരിക്കും. കാരണം ദൈവക്രോധം ഭൂമിയിൽ ചൊരിയുന്നത് ദൈവ ന്യായവിധിയുടെ ഏജൻ്റായ പ്രകൃതിയായിരിക്കും. പ്രകൃതി ദൈവത്തെ അനുസരിക്കും. അന്ന് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യർ എത്ര നിർഭാഗ്യവന്മാരായിരിക്കും. 7 മുദ്ര കർത്താവ് പൊട്ടിക്കുമ്പോഴും 7 കാഹളം ദൂതന്മാർ ഊതുമ്പോഴും 7 ക്രോധ കലശങ്ങൾ ദൂതന്മാർ ഭൂമിയിൽ ഒഴിക്കുമ്പോഴും ചേർന്നുള്ള 21 സംഭവങ്ങളും സമാന്തരമായ 23 സംഭവങ്ങളും ചേർത്ത് 44 സംഭവങ്ങൾ ഭൂമിയിൽ നടക്കും. അതിൽ പകുതി സമയമെങ്കിലും സഭ ഭൂമിയിൽ അത് അനുഭവിക്കുമ്പോഴേ കർത്താവ് വരും, സഭയെ ചേർക്കുകയുള്ളൂ എന്ന് പറയുന്ന മിഡ് ട്രിബുലേഷൻ വാദികൾ, മഹാപീഡന മധ്യം എന്ന് വിശ്വസിക്കുന്ന വാദികളുണ്ട്. എന്നാൽ കർത്താവ് ഒരിക്കലും സഭയെ കഷ്ടതകൾ അനുഭവിക്കുവാൻ, എതിർക്രിസ്തുവിൻ്റെ വാഴ്ചയുടെ ഭീകരത അനുഭവിക്കുവാൻ വിട്ടുകൊടുക്കുകയില്ല എന്ന് വേദപുസ്തകം വളരെ സസൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം 12:14 പറയുന്നു, ആ സമയത്ത് എതിർക്രിസ്തുവിൻ്റെ അതികഠിനമായ ദൈവക്രോധം ഭൂമിയിൽ ഒഴിക്കുമ്പോഴുള്ള സമയത്ത് യഹൂദ ജനം ആകുന്ന സ്ത്രീ, അതേ ഇസ്രായേൽ സഭയെ മരുഭൂമിയിൽ നിർദ്ദിഷ്ട സമയത്തേക്ക് മാറ്റി സംരക്ഷിക്കുന്നത് പോലെ കർത്താവ് സഭയെ ഇതിൽ നിന്ന് വിടുവിച്ച് മധ്യാകാശത്ത് ചേർത്ത് സ്വർഗത്തിൽ തന്നോടുകൂടെ ഇരുത്തി രക്ഷിക്കും എന്നത് ഒരു വേദപുസ്തക സത്യമാണ്. മാത്രമല്ല എതിർക്രിസ്തു ഉപായ രൂപേണ പ്രത്യക്ഷപ്പെടുന്നതായി വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അവൻ്റെ വരവ് ഒരു യുദ്ധത്തോടുകൂടിയായിരിക്കും. ഒരു വാഴ്ചവട്ടക്കാലം മുഴുവനും യുദ്ധത്തിൻ്റെ മഹാകെടുതികൾ ലോകം അനുഭവിച്ച് ഹർമഗദോൻ യുദ്ധത്തിൽ പര്യവസാനിച്ച് യഹൂദാ ഗൃഹം തങ്ങൾ കുത്തിവെങ്കിലേക്ക് നോക്കി 12 ഗോത്രങ്ങളും രക്ഷ നേടും. ആ യുദ്ധക്കെടുതികൾ അത് നമുക്ക് വിവരിക്കുവാൻ, ചിന്തിക്കാൻ കഴിയാത്തതുപോലെയുള്ള കഷ്ടതകളായിരിക്കും. ആ കെടുതികൾ സഭ അനുഭവിക്കുവാൻ, തൻ്റെ മണവാട്ടി സഭ അനുഭവിക്കുവാൻ കർത്താവ് വിട്ടുകൊടുക്കുകയില്ല എന്നുള്ളത് ഒരു പരമസത്യമാണ്. 70-ാം ആഴ്ചവട്ടമായ ഒരാഴ്ചവട്ടക്കാലം എതിർക്രിസ്തുവിൻ്റെ ഭരണം യഹൂദ ജാതിയുടെ അനുതാപത്തിനും ഏറ്റുപറച്ചിലിനും അവരുടെ രക്ഷയ്ക്കായിട്ട് മാത്രം ദൈവം ഒരുക്കിയിട്ടുള്ളതാണ്. അത് സഭയ്ക്കുള്ള കാലഘട്ടമല്ല. സഭയ്ക്ക് കൃപയുടെ യുഗമാണ് തന്നിരിക്കുന്നത്. തുടർന്ന് വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ കാരണം കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ തെളിവ്, പഴയ നിയമ ചരിത്രത്തിൽ നടന്ന ദൈവത്തിൻ്റെ ചില ഇടപെടലുകൾ ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് 120 വർഷക്കാലം നോഹ രക്ഷയ്ക്കായി പെട്ടകം തീർത്ത് അതിൽ പ്രവേശിക്കുവാൻ ജനത്തോട് പ്രസംഗിക്കുന്നു. ജലപ്രളയം വരും എന്ന് അസന്നിഗ്ധമായി പറഞ്ഞിട്ടും ജനം അത് നിരാകരിച്ചു.
എന്നാൽ നോഹയും കുടുംബവും ദൈവം കൽപ്പിച്ച് എടുത്ത ഇഴജാതി, നാൽക്കാലി, പർവ്വജാതികളും എല്ലാം പെട്ടകത്തിൽ പ്രവേശിച്ചു. ഇത് കണ്ടിട്ടും മനുഷ്യർ വിശ്വസിച്ചില്ല. അവരതെല്ലാം പരിഹസിച്ചു കാണും. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചു. യഹോവ പെട്ടകത്തിൻ്റെ വാതിൽ അടച്ച ശേഷം മാത്രമാണ് ഭൂമിയിൽ 40 ദിവസത്തെ ജലപ്രളയം ആരംഭിച്ചത്. ഇത് കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയുടെ സൂചനയാണ്. കർത്താവ് വിശുദ്ധ മത്തായി 24:37 നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവുമാകും എന്ന് പറഞ്ഞിരിക്കുന്നു. 2025 വർഷത്തോളവും കർത്താവിൻ്റെ വീണ്ടും വരവ് സഭ പ്രഘോഷിക്കുന്നു. പക്ഷേ ജനം അധികം പേരും അത് വിശ്വസിക്കുന്നില്ല, ഒരുങ്ങുന്നില്ല. എന്നാൽ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും കൂടാതെ കാഹളം ധ്വനിക്കും. സഭയുടെ ഉത്പ്രാപണം നടക്കും. അതിനുശേഷമേ എതിർക്രിസ്തുവിൻ്റെ വാഴ്ചയും മഹോദരവകാലവും ആരംഭിക്കുകയുള്ളൂ. അന്ന് ദൈവക്രോധം ഭൂമിയിൽ ഒഴിക്കാൻ തുടങ്ങും. അതനുഭവിക്കുവാൻ സഭയെ കർത്താവ് അനുവദിക്കുകയില്ല എന്നുള്ളത് ഒരു പരമസത്യമാണ്. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം നമ്മൾ നോക്കുമ്പോൾ സോദോം ഗൊമോറയുടെ അനുഭവം കാണാം. അവരുടെ വലിയ ദുഷ്ടതയും ദുർമാർഗവും പ്രകൃതി വിരുദ്ധമായ ലൈംഗികതയും നിമിത്തം ദൈവം അതിന്മേൽ തീ ഇറക്കി നശിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ച് തൻ്റെ 2 ദൂതന്മാരെ അവിടേക്ക് അയക്കുന്നു. അവരെ പോലും ജനം വെറുതെ വിടുന്നില്ല. എന്നാൽ ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കുവാൻ ആ ദൂതന്മാർ അക്ഷീണ പരിശ്രമം ചെയ്യുന്നു. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സോതോം വിടാൻ മനസ്സില്ലാതെ തിരിഞ്ഞു നോക്കരുത് എന്ന ദൂതകൽപ്പന ലംഘിച്ച് അവൾ ഉപ്പുതൂണായിത്തീരുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ലോത്തിൻ്റെ ഭാര്യയെ ഓർത്തുകൊള്ളണം. ലോത്തിനെയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി. കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ തൻ്റെ വരവിനെ ഉദ്ധരിച്ച് പറഞ്ഞപ്പോൾ മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിലും ഔവണ്ണം തന്നെ സംഭവിക്കും എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 29 നാം ഇപ്രകാരം വായിക്കുന്നു, എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്തുനിന്ന് തീയും ഗന്ധവും പെയ്തു എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ഇതും ഉൽപ്രാവണത്തിൻ്റെ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷയുടെ സൂചനയാണ്. സഭ ലോകമാകുന്ന സോദോം വിട്ട് മധ്യാകാശത്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് എത്തിച്ച ശേഷമേ എതിർക്രിസ്തു വെളിപ്പെടുകയും ദൈവക്രോധം ഭൂമിയിൽ ചൊരിയുകയുമുള്ളൂ എന്നത്രേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു ചിത്രവും സത്യവും പുറപ്പാട് പുസ്തകം 12-ാം അധ്യായവും 14-ാം അധ്യായത്തിലും കാണും. മോശ മുഖാന്തരം 30 ലക്ഷം ഇസ്രായേൽ ജനത്തെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കനാൻ നാട്ടിലേക്ക് യാത്ര പുറപ്പെടുവിക്കുന്നു. ആ യാത്രയിൽ അവർക്ക് ചെങ്കടൽ കടക്കണമായിരുന്നു. പക്ഷേ ഫറവോനും സൈന്യവും അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. ദൈവം അവരുടെ രക്ഷയ്ക്കായി അഗ്നിസ്തംഭവും മേഘസ്തംഭവും ഒരുക്കിയിരുന്നു. മോശ തൻ്റെ കയ്യിലിരുന്ന വടിയെടുത്ത് കടലിനെ വിഭാഗിക്കുവാൻ, കടൽ മീതെ നീട്ടുവാൻ ദൈവം പറയുന്നതായിട്ട് നാം അവിടെ കാണുന്നു. മോശ തൻ്റെ കയ്യിലിരുന്ന വടി കടൽ മീതെ നീട്ടി ചെങ്കടൽ 2ആയിട്ട് വിഭാഗിക്കപ്പെട്ടു. ചെങ്കടലിൽ ഒരു പാത ഒരുങ്ങി. ഇസ്രായേൽ ജനം ഉണങ്ങിയ നിലത്തുകൂടി മറുകര കടക്കാനായിട്ട് തുടങ്ങി. പുറകെ വന്ന ഫറവോനും സൈന്യവും കടലിലെ ഉണങ്ങിയ നിലം കണ്ട് സന്തോഷിച്ച് ഫറവോനും സൈന്യവും ആ പാതയിലൂടെ ഇസ്രായേൽ മക്കളെ പിന്തുടർന്നു. പക്ഷേ ഇസ്രായേൽ ജനത്തിലെ അവസാന വ്യക്തിയും ചെങ്കടൽ മറുകര പറ്റിയതിന് ശേഷം ദൈവം മോശയോട് കൽപ്പിച്ചത്
നീ വീണ്ടും നിന്റെ വടി കടൽ മീതെ നീട്ടുക. അപ്പോൾ രണ്ട് സൈഡിലേക്ക് മാറിയ വെള്ളം വീണ്ടും ഒരുമിച്ച് ചേരുന്നതായിട്ട് അത്രേ നമ്മൾ കാണുന്നത്. ഫറവോനും സൈന്യവും അതേ കടലിൻ്റെ നടുവിൽ അവര് അവിടെ നശിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഫറവോനും സൈന്യവും വെള്ളം മൂടിക്കളഞ്ഞു. ഇതും ഒരു സൂചനയാണ്. കർത്താവ് തൻ്റെ സഭ മധ്യാകാശത്ത് ചേർന്നതിന് ശേഷമേ എതിർക്രിസ്തുവിൻ്റെ വാഴ്ച ഉണ്ടാകുകയുള്ളൂ. ഫറവോൻ എതിർക്രിസ്തുവിൻ്റെ പ്രതീകമാണ്. സഭയുടെ ഉത്പ്രാപണം കഴിഞ്ഞ് എതിർക്രിസ്തു ഭൂമിയിൽ ഭരണം നടത്താൻ കഴിയൂ എന്ന് തിരുവചന സത്യങ്ങൾ നമുക്ക് ഉറപ്പ് നൽകുന്നു. ഇത് വിശ്വസനീയമാകുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ എതിർക്രിസ്തു ആരാണ്, ഹൂ ഈസ് ആൻറ്റി ക്രൈസ്റ്റ്, അവൻ്റെ പ്രത്യക്ഷതയും ഗ്രേറ്റ് റിവലേഷൻ പീരീഡിൻ്റെ ആരംഭവും മഹോദരകാലത്തിൻ്റെ ആരംഭവും തുടർന്ന് ചിന്തിക്കുവാനായിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് നമുക്ക് കേൾക്കാം.